എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി ശ്രീജ. വളരെ കാലം ആരോഗ്യ മേഖലയിൽ, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 35 വർഷത്തോളം ജോലി ചെയ്തിരുന്ന ഒരു സിസ്റ്ററാണ്. ഇന്ന് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 7 വരെ ലോക മുലയൂട്ടൽ വാരമായിട്ട് ആചരിക്കുകയാണ്. ഇന്നത്തെ അമ്മമാർക്ക് മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നന്നായിട്ട് അറിയാം. എന്നാൽ അവർക്ക് ലഭിക്കുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം, കുടുംബങ്ങളിലും ഹോസ്പിറ്റല്, ജോലിസ്ഥലം, സമൂഹം, ഇവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നാണ് WHO പറയുന്നത്. പിന്നെ ഇൻഫൻറ്റ് ഫോർമുലയുടെ തെറ്റായ മാർക്കറ്റിങ്ങിൽ നിന്നും ഇവരെ സംരക്ഷിക്കുക. അപ്പോൾ ഞാനിന്ന് അമ്മമാർക്ക് മുലയൂട്ടലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരമ്മ തൻ്റെ കുഞ്ഞിന് സ്പൂണിൻ്റെയോ പാൽക്കുപ്പിയുടെയോ സഹായമില്ലാതെ നേരിട്ട് മുലപ്പാൽ കൊടുക്കുന്നതിനെയാണ് മുലയൂട്ടൽ എന്ന് പറയുന്നത്. പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ എന്നീ 2 ഹോർമോണുകളുടെ പ്രവർത്തനഫലമായി ഉണ്ടാകുന്ന വെള്ള നിറത്തിലുള്ള ദ്രാവകമാണ് മുലപ്പാൽ. നോർമൽ ഡെലിവറി, അതായത് സാധാരണ പ്രസവമാണെങ്കിൽ പ്രസവിച്ച അരമണിക്കൂറിനുള്ളിലും സിസേറിയൻ ആണെങ്കിൽ പ്രസവിച്ച് 1 മണിക്കൂറിനുള്ളിലും കുഞ്ഞിന് പാല് കൊടുത്തു തുടങ്ങിയിരിക്കണം. അമ്മയുടെ ശരീരത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള കൊഴുത്ത് കട്ടിയുള്ള പാലിനെയാണ് കൊളസ്ട്രം, അതായത് മഞ്ഞപ്പാൽ എന്ന് പറയുന്നത്. ഈ പാല് പ്രസവത്തിന് തൊട്ടു മുൻപും പ്രസവിച്ച് 3-4 ദിവസം വരെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ പാലിൻ്റെ ഒരു തുള്ളി പോലും മിസ്സാക്കാതെ, അതായത് നഷ്ടപ്പെടുത്താതെ കുഞ്ഞിന് കൊടുത്തിരിക്കണം. ഇങ്ങനെ കൊടുക്കുന്നതിന് നമുക്ക് കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിനേഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പ്രസവശേഷം 3-4 ദിവസം കഴിയുമ്പോൾ കൊളസ്ട്രം സമ്പൂർണ്ണ മുലപ്പാൽ, അതായത് മെച്ചേർഡ് മിൽക്കായി മാറുന്നു. അപ്പോഴും ഉയർന്ന തോതിൽ ആൻറ്റിബോഡികൾ 6 മാസം വരെയും മുലപ്പാലിൽ ഉണ്ടാകും. ആദ്യത്തെ പാലായ മഞ്ഞപ്പാൽ, അതായത് കൊളസ്ട്രത്തിലും പിന്നീടുള്ള മെച്ചേർഡ് മിൽക്കിലും ധാരാളം ആൻറ്റിബോഡികളും പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. IgA, IgG തുടങ്ങിയ ഘടകങ്ങൾ കുഞ്ഞിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ പറ്റിപ്പിടിക്കുകയും പ്രതിരോധ സംവിധാനം സ്വയം പ്രവർത്തനക്ഷമമാകുന്നതുവരെ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധം നൽകുകയും ചെയ്യുന്നു. ഓരോ തവണയും 20 മുതൽ 45 മിനിറ്റ് വരെ മുലയൂട്ടണം. ആദ്യം വരുന്നത് നേർത്ത പാലാണ്. ഇതിനെ ഫോർ മിൽക്ക് എന്നാണ് പറയുന്നത്. ഇത് കുഞ്ഞിൻ്റെ ദാഹം മാറ്റുന്നു. തുടർന്ന് വരുന്ന പാലിനെ ഹിൻഡ് മിൽക്ക് എന്നാണ് പറയുന്നത്. ഇത് കട്ടിയുള്ള പാലാണ്. ഈ പാല് ശിശുവിൻ്റെ വിശപ്പ് ഇല്ലാതാക്കുകയും തൂക്കം വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. 6 മാസം വരെ ശിശുക്കൾക്ക് മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയാകും. മുലപ്പാൽ അണുവിമുക്തമാണ്, ദഹിക്കാൻ എളുപ്പമാണ്. കുഞ്ഞിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നത് 6 മാസം കൊണ്ടാണ്. ആൻറ്റിബോഡികൾ ഉയർന്ന തോതിൽ മുലപ്പാലിലുണ്ട്. 6 മാസം കഴിയുമ്പോൾ ആൻറ്റിബോഡിയുടെ അളവ് കുറയുന്നു. ദഹനേന്ദ്രിയ വ്യവസ്ഥ പൂർണ്ണ വളർച്ചയിലെത്തുന്നു. ഈ സമയത്ത് നമുക്ക് മറ്റ് ഭക്ഷണങ്ങൾ കൂടി കൊടുത്തു തുടങ്ങാം. ഇനി കുഞ്ഞുങ്ങൾക്ക് എത്ര മണിക്കൂർ ഇടവിട്ടാണ് പാല് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ 2 ആഴ്ച 2 മുതൽ 2.5 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് പാൽ കൊടുക്കണം. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും അരുത്. ടൈം സെറ്റ് ചെയ്ത് വെച്ച് വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ വരാൻ സാധ്യതയുണ്ട്. ഇനി ഓരോ പ്രാവശ്യവും കുഞ്ഞിന് മുലയൂട്ടിയതിനു ശേഷം അമ്മ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. ഇത് പാൽ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തും. ഇനി ഓരോ മുലയൂട്ടലിന് ശേഷവും കുഞ്ഞിന്റെ വയറിനുള്ളിൽ കടന്നിട്ടുള്ള ഗ്യാസ് പുറത്തു കളയുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ അമ്മയുടെ തോളിൽ കിടത്തിയോ മടിയിൽ കിടത്തിയോ കാലിൽ കിടത്തിയോ പുറത്ത് തട്ടിക്കൊടുക്കണം. ഇതിനെ ബർപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇത് വ്യക്തമായി ഒരു അമ്മ അറിഞ്ഞിരിക്കണം. ഇനി പാല് കൊടുക്കുന്ന സമയം പിന്നീടുള്ള മാസങ്ങളിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ 1 മാസം 2 മുതൽ 2.5 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം. പിന്നീടുള്ള 1 മാസം മുതൽ 2 മാസം വരെ അത് 2.5 മുതൽ 3 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം. പിന്നെ 2 മാസം മുതൽ 4 മാസം വരെ 3.5 മുതൽ 4.5 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം. പിന്നീടുള്ള മാസങ്ങളിൽ നമ്മൾ കുട്ടി എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നോ അപ്പോഴൊക്കെ പാല് കൊടുക്കാം. ഇതിനെ ഡിമാൻഡ് ഫീഡിംഗ് എന്നാണ് പറയുന്നത്. 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമേ, അതായത് മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുന്നത്. മുലപ്പാൽ അണുവിമുക്തമാണ്, പിന്നെ ദഹിക്കാൻ എളുപ്പമാണ്. കുഞ്ഞിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നത് 6 മാസം കൊണ്ടാണ്. അപ്പോൾ ഈ 6 മാസവും കുഞ്ഞിന് മറ്റൊരു ആഹാരവും
മുലപ്പാൽ പോലെ ദഹിക്കാൻ എളുപ്പമായിരിക്കില്ല. ഇനി ആൻറ്റിബോഡികൾ ഉയർന്ന തോതിൽ മുലപ്പാലിലുണ്ട്. 6 മാസം കഴിയുമ്പോൾ ആൻറ്റിബോഡിയുടെ അളവ് കുറഞ്ഞു വരും. ഇനി ദഹനേന്ദ്രിയ വ്യവസ്ഥ പൂർണ്ണ വളർച്ചയിലെത്തുന്നു. ഈ സമയത്ത് നമുക്ക് മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കുക. ഈ 6 മാസം ആക്കുമ്പോഴുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. എല്ലാ അമ്മമാർക്കുള്ള ഒരു സംശയമാണ് ഇനി അടുത്ത് പറയുന്നത്. നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുമല്ലോ, ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി, മറ്റൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഈ അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആദ്യത്തെ 1-2 മാസങ്ങളിൽ മതിയാകുമായിരിക്കും, പക്ഷേ അത് കഴിഞ്ഞ് കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മുലപ്പാൽ മാത്രം കൊടുത്താൽ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുമോ? അതിനുള്ള ഉത്തരമായിട്ടാണ് ഈ പറയുന്നത്. പ്രസവിച്ച് കഴിഞ്ഞ് 1, 2, 3, 4 ദിവസം വരെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇത് മഞ്ഞപ്പാൽ കൊളസ്ട്രമാണ്. അത് കഴിഞ്ഞിട്ട് മെച്ചേർഡ് മിൽക്കായിട്ട് അത് മാറും. അപ്പോൾ കുട്ടി പാല് കുടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 1-2 ദിവസം 100-150 അത് കൊളസ്ട്രമാണ് ml പാലേ ഉണ്ടാകുള്ളൂ. പിന്നെ 4 മുതൽ 5 ദിവസം അങ്ങോട്ട് കുട്ടി കുടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അത് 450, 500, 550 അങ്ങനെ ml പാലുൽപാദനം കൂടിക്കൊണ്ടിരിക്കും. ആ തോതനുസരിച്ച് നമുക്ക് എത്രത്തോളം ഒരു അമ്മയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യത്തെ 1 മാസം ഇതുപോലെ 450, 500 ml ആയിട്ട് നിൽക്കും. പിന്നെ രണ്ടാമത്തെ മാസം 1 കഴിഞ്ഞ് 2 കിടക്കുമ്പോൾ അത് 500 ml നിന്ന് 700 ml വരെ പോകും. ദിവസവും ഉള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ 3 മുതൽ 4 മാസം ആകുമ്പോഴത്തേക്കാണ് വളരെ വലിയ പീക്ക് ലെവലിൽ ഏറ്റവും കൂടുതൽ പാല് അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന മാസമാണ് ഈ 3-4 മാസം. അതെന്ന് പറയുന്നത് ദിവസവും 700 മുതൽ 900 ml വരെ പാല് ഉൽപ്പാദിപ്പിക്കും ദിനം പ്രതി. ഇനി 5-6 മാസമാകുമ്പോൾ അത് 600 മുതൽ 800 ml ആയി വീണ്ടും മാറും. അപ്പോൾ ഈ പാല് നിങ്ങൾ ഈ ml കണക്ക് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾ ഈ സമയം ചിന്തിക്കേണ്ടത്, ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 200 ml ആണ് ഒരു സ്റ്റാൻഡേർഡ് ഗ്ലാസ് പറയുന്നത്. അപ്പോൾ 500 ml എന്ന് പറയുമ്പോൾ 2.5 ഗ്ലാസ് പാലാണ്. അതായത് 1 മാസം മുതൽ 2 മാസം വരെ 2.5, 3, പിന്നെ 600 ml ആകുമ്പോൾ 3 ഗ്ലാസ്, 800 ml ആകുമ്പോൾ 4 ഗ്ലാസ്, 900 ml ആകുമ്പോൾ 4.5 ഗ്ലാസ്, ഈ ലെവലിലാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കാനുള്ളത്, മറ്റേതെങ്കിലും ഒരു ഫുഡ് ഇതുപോലെ കുട്ടിക്ക് പുറത്തൊന്നും പോകാതെ വയറിനുള്ളിൽ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ? ഇത്രയും ക്വാളിറ്റിയുള്ള അണുവിമുക്തമായ കംപ്ലീറ്റ്ലി പിന്നെ എന്തോന്നാണ് അതിനകത്തുള്ളത്, എല്ലാം പോഷക ഘടകങ്ങളടങ്ങിയ ആഹാരം കുട്ടിക്ക് നമുക്ക് മറ്റേതെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അത് പിന്നെ ഇരട്ട കുട്ടികളുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഇരട്ട കുട്ടികളാണെങ്കിൽ നമുക്ക് ദിവസവും ഇതേപോലെ തന്നെ 1200 ml മുതൽ 1500 ml വരെ ആ അമ്മയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നേരത്തെ ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞത് ഒരു കുട്ടി മാത്രം പ്രസവിക്കുന്നു, ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞു മാത്രമുള്ളവരുടെ കണക്കാണ് അത് പറഞ്ഞത്. ഇനി കുഞ്ഞിന് ആവശ്യത്തിന് പാല് ലഭിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം കുഞ്ഞ് 6 തവണയെങ്കിലും മൂത്രം ഒഴിക്കുന്നു എങ്കിൽ, 2 ദിവസം 2 തവണ മഞ്ഞ നിറത്തിൽ മലം പോകുന്നു എങ്കിൽ, 3 മുലയൂട്ടൽ തുടങ്ങി 2 ആഴ്ച കൊണ്ട് തൂക്കം വർദ്ധിച്ചെങ്കിൽ, 4 മുലയൂട്ടലിന് ശേഷം കുഞ്ഞ് ശാന്തമായി സന്തോഷത്തോടെ ഇരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ. മുലയൂട്ടലിലൂടെ അമ്മയ്ക്കും കുഞ്ഞിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുഞ്ഞിന് കിട്ടുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുലപ്പാലിൽ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ പോഷകങ്ങളും അതുവഴി ആരോഗ്യവും ലഭിക്കുന്നു. ചെറിയ ചൂടും രുചിയും ഉള്ളതിനാൽ കുട്ടികളിത് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നു, എളുപ്പം ദഹിക്കുകയും ചെയ്യുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരികമായ ബന്ധം ദൃഢമാകുന്നു. ഇതിനകത്ത് ധാരാളം ആൻറ്റിബോഡി ഉള്ളതിനാൽ കുഞ്ഞിന് ജലദോഷം, ചുമ, വയറിളക്കം, നീർക്കെട്ട് അതായത് ന്യൂമോണിയ, 5-ാം പനി തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നു. പിന്നെ കുട്ടികൾ അമിതമായി വണ്ണം വയ്ക്കില്ല. പിന്നെ കുട്ടികൾക്ക് ശാരീരിക വളർച്ചയും ബുദ്ധിവികാസവും ഉണ്ടാകുന്നു. മുലപ്പാലിൽ ധാരാളമായി omega-3 ഫാറ്റി ആസിഡ്സ് എന്നിവ നാച്ചുറലി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ IQ കൂടുന്നു. അതായത് ബ്രെയിൻ വളർച്ചയ്ക്ക് ഇത് ഒരുപാട് സഹായിക്കുന്നു. ഇനി അമ്മയ്ക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹവും വൈകാരിക ബന്ധവും ദൃഢമാകും. ഓക്സിറ്റോസിൻ ഹോർമോൺ ഹാപ്പിനെസ് കൊടുക്കുകയും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രസവാനന്തര രക്തസ്രാവം തടയുന്നു. ഗർഭകാലത്ത് ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്ന കൊഴുപ്പ് മൂലം അമ്മ അമിതമായി വണ്ണം വയ്ക്കുന്നതിനെ തടയുകയും സൗന്ദര്യം നിലനിർത്തുകയും ചെയ്യുന്നു. സ്തനാർബുദവും ഒവേറിയൻ ക്യാൻസറും വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. പിന്നെ ഗർഭധാരണവും ഒരു പരിധിവരെ തടയുന്നു. പാൽ കെട്ടിനിന്ന് അമ്മയുടെ സ്തനങ്ങൾക്ക് വേദനയും കല്ലിപ്പും ഉണ്ടാകുന്നത് മുലയൂട്ടൽ വഴി ഇല്ലാതാകുന്നു. എവിടെ വെച്ചും എപ്പോഴും നൽകാം. തയ്യാറാക്കലിന് സമയമെടുക്കുന്നില്ല. പിന്നെ ടൈപ്പ് 2 ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ് എന്നിവയുടെയൊക്കെ റിസ്ക് കുറയ്ക്കും. പിന്നെ നമുക്ക് ആദ്യത്തെ 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. കുട്ടിക്ക് ഏറ്റവും നല്ലത് പിന്നെ അമ്മയുടെ സ്നേഹമാണ് ഓരോ മുലയൂട്ടലും. അത് കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കുകയും സാമ്പത്തികമായിട്ട് ഭദ്രതയും ഇതുവഴി ലഭിക്കുന്നു. അമിതമായിട്ടുള്ള ചിലവും ഉണ്ടാകുന്നില്ല. ഇനി കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബ്രസ്റ്റ് മിൽക്ക് കളക്ട് ചെയ്ത് എങ്ങനെയാണ് സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിൽ റൂം ടെമ്പറേച്ചറിൽ 4 മണിക്കൂറും ഫ്രിഡ്ജിലാണെങ്കിൽ 1 ദിവസവും നമുക്ക് സൂക്ഷിക്കാം. പിന്നെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കണമെങ്കിൽ അത് കുഞ്ഞിന് കൊടുക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ പുറത്തെടുത്ത് വെച്ചിരിക്കണം. എന്നതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവൂ. ഇനി ഒരു അമ്മയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചില മരുന്നുകൾ, അതായത് ക്യാൻസർ ഡ്രഗ്സ്, പിന്നെ ചില സൈക്യാട്രിക് മെഡിസിൻ, പിന്നെ അമ്മ മദ്യം, ലഹരി മരുന്നുകൾ ഇവയൊക്കെ ഉപയോഗിക്കുന്ന ഒരമ്മയാണെങ്കിൽ ഇതൊക്കെ തന്നെയും ഡോക്ടർ പറയുകയാണ് ഈ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കണ്ട എന്ന് പറയുന്നെങ്കിൽ മാത്രം കൊടുക്കാതിരുന്നാൽ മതി. പിന്നെ കുഞ്ഞുങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ ഈ മുച്ചുണ്ടെന്ന് പറയുമല്ലോ, ഹെയർ ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്, അതായത് വായുടെ മുകളിൽ ഹോൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കുഞ്ഞിന് വലിച്ചു കുടിക്കാൻ പാടായിരിക്കും. എങ്കിലും സപ്പോർട്ടീവ് സിസ്റ്റം ഉപയോഗിച്ച് കുഞ്ഞിന് പാല് കൊടുക്കാം. അത് ഇങ്ങനെ ചില ചെറിയ ഡിഫക്റ്റുകൾ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് കാണുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വിടും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കും. അതായത് ഏത് പൊസിഷനിൽ ഇരുന്നാണ് കുട്ടിക്ക് പാല് കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് കുട്ടിയെ പിടിക്കേണ്ടതെന്നും. പിന്നെ ഇതിനോടൊപ്പം എനിക്ക് 1-2 കാര്യങ്ങളും കൂടി പറയാനുള്ളത്, കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചിരിക്കരുത്. അമ്മ വിശന്നിരുന്ന് പാല് കൊടുക്കരുത്. അമ്മ ഫുഡ് കഴിച്ച് ഒരുപാടങ്ങ് കഴിക്കുകയും ചെയ്യരുത്, എങ്കിൽ ഉറങ്ങിപ്പോകും. വിശപ്പില്ലാത്ത രീതിക്ക് അമ്മ ഫുഡ് കഴിച്ചിരിക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഉറപ്പായിട്ട് 1-2 താരാട്ട് പാട്ടുകൾ അമ്മ ഡെലിവറിക്ക് മുമ്പൊക്കെ തന്നെ പഠിച്ചിരിക്കണം. എല്ലാവരും പാട്ടുകാരൊന്നും അല്ല, എങ്കിലും ഒരു കുഞ്ഞിന് അമ്മയുടെ സ്വരം അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അമ്മമാർ കുട്ടികൾക്ക് താരാട്ട് പാട്ട് പഠിച്ച് തന്നെ പാടിക്കൊടുക്കണം. അല്ലാത്തവർ, അറിയാവുന്നവർ, കുട്ടിയുടെ ഭാഗ്യമാണത് പാടുക. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അടുത്ത ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം. കുഞ്ഞിന് മുലയൂട്ടുന്നത് എങ്ങനെ എന്നതാണ് ഇനി പറയുന്നത്. അമ്മ സ്വസ്ഥമായി ഇരിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ അയഞ്ഞ നിലയിലാക്കുക. പുറംചാരി ഇരിക്കുന്നത് നല്ലതാണ്. കുഞ്ഞിൻ്റെ പുറംഭാഗം, തല എന്നിവ അമ്മയുടെ കൈകൾ താങ്ങണം. കുഞ്ഞിൻ്റെ തല അല്പം ഉയർന്ന രീതിയിൽ പിടിക്കണം. മുലഞ്ഞെട്ടും കറുത്ത നിറത്തിലുള്ള ഭാഗവും ഏരിയോള കുഞ്ഞിൻ്റെ വായ്ക്കകത്താകും വിധം വേണം മുലയൂട്ടാൻ. മുലഞ്ഞെട്ടുകളിൽ മുറിവുണ്ടാതിരിക്കാനും ശരിയായി വലിച്ചു കുടിക്കാനും ഇത് സഹായിക്കും. മൂക്ക് അമർന്ന് ശ്വാസതടസ്സം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രസവിക്കുന്ന ആ ദിവസങ്ങൾ, പ്രസവിച്ച ഉടനെയുള്ള ദിവസങ്ങൾ, ആദ്യത്തെ പ്രസവമാണെങ്കിൽ ഈ അമ്മ കുഞ്ഞിന്, സ്വന്തം കുഞ്ഞിനാണ് മുലയൂട്ടുന്നതെങ്കിൽ പോലും ചില ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ആദ്യമായി അവർ ചെയ്യുന്നത് കൊണ്ടാണ്.
പിന്നെ പ്രസവിച്ചതിൻ്റെ ആ വേദന, ശാരീരിക വേദന, അസ്വസ്ഥത, ക്ഷീണം ഇതെല്ലാം അന്നേരം ആ കുട്ടിക്കുണ്ടാകും, അമ്മ കുഞ്ഞിനുണ്ടാകും. അപ്പോൾ വീട്ടിലെ മുതിർന്നവരും ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്നവരും പിന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എല്ലാവരും ഇവരെ സഹായിക്കും. എങ്കിലും വീട്ടിൽ നമ്മൾ മുതിർന്നവരും കൂടെ നിൽക്കുന്നവരും ഈ അമ്മ കുഞ്ഞിനെ മാനസികമായിട്ട് ഒരുപാട് സപ്പോർട്ട് കൊടുക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പിന്നെ കുഞ്ഞിനെ പിടിക്കാനും കറക്റ്റ് പൊസിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ പാടാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കിയിട്ട് വേണം പോകേണ്ടത്.